അതേ ഭാഗത്തിൽ ഇരുന്നിട്ട് അവരൊരു മുതലാളിയായിട്ട് ഒരു ഡ്രൈവറിനെ എങ്ങനെ കൊണ്ടുവരണം ജഗത്തിലെ കണ്ടത് എന്താ പറഞ്ഞാൽ 70 ഡേയ്സിലെ അവിടെ നമ്മളൊരു ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവർ എങ്ങനെ കണ്ടില്ലേ അവരൊരു അനിയനായിട്ട് കണ്ട് ഡ്രൈവറല്ല അത് ഇവിടെ മൂന്ന പണ്ട ഒരു അനിയൻ പറഞ്ഞിട്ട് അവിടെ ഉള്ള ആളിന് 70 ഡേയ്സ് അവിടെ ഇരുന്നിട്ട് ആ ഒരു അമ്മയ്ക്ക് ഞങ്ങളെല്ലാം കൊട്ട ഒരു വാക്കുണ്ട് അമ്മേ നിങ്ങൾ ഒരു മോന് കണ്ടിപ്പായി നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരും അതേ സമയത്ത് നമ്മളെല്ലാം ഒരു ആൾക്കാരെല്ലാം ആയിട്ട് ഇന്ന് ആംബുലൻസിൽ കൊണ്ടുവന്നു ഒരുപാട് ദിവസം അതിനുവേണ്ടി അധ്വാനിച്ചു കണ്ടിപ്പാ അത് ഒരുപാട് ബുദ്ധിമുട്ട് ആ വെള്ളത്തിലെ ഗംഗാവളിയിലെ എത്ര പ്രശ്നമുണ്ട് എല്ലാം ഒരു തലയെല്ലാം പറഞ്ഞ മുതലേ കൊണ്ടുപോയി അതുകൊണ്ട് അതെല്ലാം അറിയത്തില്ല എത്ര കഷ്ടമുണ്ട് നമുക്ക് അറിയൂ അത് ഇവർക്ക് അറിയൂ ഞാൻ കണ്ണാലെ കണ്ടതാണ് ഈ മനുഷ്യന്റെ ത്യാഗം. മനാഫ്കയാണ് ഓരോ സമയത്തും അതുമായിട്ട് കോണ്ടാക്ട് ചെയ്തത്. അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മലയാളികൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റൂല എന്നൊരു ഈഗോ ക്ലാഷ് വന്നപ്പോൾ കർണാടക അറിയപ്പെടുന്ന ഒരു റെസ്ക്യൂ പ്രവർത്തകനാണ്. അത് ലോകം കണ്ട് 9 നോട്ടിലൊന്നും ഒരാൾക്കും വെള്ളത്തിൽ നിൽക്കാൻ കഴിയൂല. നോർമൽ പുഴയല്ല, അതായത് കുത്തി ഒഴുകണായത് 9 നോട്ടിൽ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, മരങ്ങളുണ്ട്, കൊമ്പുണ്ട്, ചില്ലുണ്ട്, കമ്പിയുണ്ട്, ഷീറ്റുണ്ട്. ഇതുപോലും നോക്കാതെ മണ്ണിലും ആ വെള്ളത്തിലേക്ക് ചാടിയ മനുഷ്യനാണ്. ഇപ്പം ഗംഗാവലി പുഴേൻ്റെ ഓരോ മുക്കും മൂലി അറിയണതാ. ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ഫുള്ള് ഒരു മാജിക് ഉണ്ട്. അതായത് നമ്മൾ ഈ പുഴയിലെ തെരച്ചിൽ ഒരിക്കലും സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്നു. ഈ പുഴയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു കൊടുത്തുനിന്ന് ഈ പുഴയിൽ ഒരുപാട് സാധനം ഉണ്ടെന്ന് കാണിച്ചു കൊടുത്ത് അത് എന്തായാലും ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കുന്ന മാതിരി ആയിപ്പോയി. ഞാൻ ഇതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കാൻ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ മലയാളികൾ, അതായത് എനിക്ക് അതിനേക്കാൾ മെയിൻ ഒരു മെസ്സേജ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, വിജയിക്കുക എന്ന് പറഞ്ഞ ഒരു മൂമെൻ്റ് ഒരു ജസ്റ്റ് ഒരു സെക്കൻഡിൻ്റെ മൂമെൻറ്റാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ വിജയിക്കുന്നതിന് മുന്നേ ഒരു വലിയൊരു ത്യാഗത്തിൻ്റെ ടൈമുണ്ട്, പരീക്ഷണത്തിൻ്റെ ടൈമുണ്ട്, അപമാനത്തിൻ്റെ ടൈമുണ്ട്. ആ ടൈമിന് ഇതുപോലത്തെ മനുഷ്യന്മാർ നിങ്ങൾ രണ്ടുപേരും ഇല്ല എൻ്റെ കൈവിട്ടില്ല. അത് കണ്ടിപ്പായിട്ട് മുന്നപ്പണ്ണ എൻ്റെ കൈവിട്ടില്ല. നീ ബാ, നീ അമ്മ കൊടുത്ത് ബാ, ഞാൻ ഇതോടുകൂടി തീരുന്നില്ല, നമ്മളെ പ്രശ്നം തീരുന്നില്ല. മലയാളി ആരാ, നമ്മൾ ഈ ഒത്തൊരുമ എന്താ എന്നുള്ളത് ഇന്ന് ലോകം മൊത്തം കാണും. ഒരു സാധാരണ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞ് പുച്ഛിച്ച മനുഷ്യന് ഇന്ന് അവസാന യാത്ര കൊടുക്കുന്നത് ലോകം മൊത്തം കണ്ടിട്ട് ഇതൊരു മാതൃക. ഇവിടെ മനുഷ്യന്മാർക്ക് കൊടുക്കണ വില എന്താണ് എന്നുള്ളത് ഇന്ന് ലോകം മൊത്തം നോക്കിക്കൊണ്ടിരിക്കുക. ഒരു ചെറിയ കാര്യമാണോ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞ് പുച്ഛിച്ച ആളെ അവിടുന്ന് ഒരു 600 കിലോമീറ്റർ ദൂരത്ത് നിന്ന് പോലീസിന്റെ അകമ്പടി, MLA അകമ്പടി, എല്ലാത്തിന്റെ അകമ്പടിയോട് മന്ത്രിമാരെ അകമ്പടി നോക്കണ ഒരു മനുഷ്യന് നമ്മൾ കൊടുക്കണ വില, അത് സാധാരണക്കാരനെ കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു സാധനമാണല്ലോ. അതൊരു വലിയ സംഭവം. അതെ പ്രയാസങ്ങൾ ഉണ്ടായിക്കുന്നു. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങളുടെ ഇടയിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുഞ്ചിരിയോട് കൂടിയിട്ട് നേരിട്ടതാ ഇതൊക്കെ, പോരാടിക്കുന്നു. അത് അക്രമത്തിലൂടെ അല്ല, എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പുഞ്ചിരിയോട് കൂടിയിട്ട് നേരിട്ടതാ. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുറെ മെസ്സേജ് കൊടുത്തു. അപ്പം നമുക്ക് ഇനി വേണമെങ്കിൽ സംസാരിക്കാം. കാരണം അതിന് യാത്രയാക്കുന്ന ഒരു പ്രധാന ഘടകം ഇതിൽ കുറെ ഈ സമൂഹം അറിയുന്നത് നല്ല ജീവികളൊക്കെ കൂടിയിട്ട് ക്ഷുദ്രജീവികളെ എന്താക്കുക, ഒന്ന് ശുദ്ധികലശം നടത്താം. ശുദ്ധികലശം നടത്തേണ്ട ടൈം ഇവിടെ മുതൽക്ക് അർജുനിലൂടെ നമുക്ക് തുടങ്ങാം. ഇല്ല, എനിക്ക് ഒന്നും വിഷമില്ല. അവർ എനിക്ക് എന്താക്കി അവർക്കെല്ലാം അതേ റോഡിൽ നല്ല കുമ്പിടും. അതിപ്പോ എനിക്ക് നല്ല ഖുഷിയായിട്ട് ഇപ്പൊ മുണപ്പണ്ണ എന്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്, ടീമെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പൊ അമ്മക്ക് എന്താ വാക്ക് കൊടുത്താൽ അതിപ്പോ കറക്റ്റായി
അത് ഇപ്പോൾ ഉള്ളിൽ പോകുന്നു. ഇപ്പോൾ അദ്ദേഹം ഞങ്ങൾ കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നത് പോയിട്ട് ഇപ്പം അമ്മ കണ്ടിട്ട് നമുക്കൊരു ഇപ്പോൾ വിഷമിട്ടിരുന്ന് ആ സമയത്തിൽ ശരി ഞാൻ എല്ലാവർക്കും സീതേ അതിനൊന്നും